എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വെണ്ടയ്ക്ക കൊണ്ട് തൈര് കറിയാണ് ഉണ്ടാക്കുന്നത്. വെണ്ടയ്ക്ക തൈര് കറി. അപ്പോൾ അതിനുവേണ്ടി ആവശ്യമുള്ള സാധനങ്ങൾ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു 1/4 കിലോ വെണ്ടയ്ക്ക നമ്മൾ കഴുകി നന്നായിട്ട് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഒരു പകുതി സവാള കട്ട് ചെയ്തത്, ഒരല്പം കറിവേപ്പില, എരിവിന് ആവശ്യമുള്ള പച്ചമുളകും കാന്താരി മുളകും കൂടെ എടുത്തതാണ്, ഒരു 5 തള്ളി വെളുത്തുള്ളി, ഒരു ചെറിയ പീസ് ഇഞ്ചി കട്ട് ചെയ്തത്. പിന്നെ നമുക്ക് വെണ്ടയ്ക്ക ഒന്ന് മൂടും ഞെട്ടും വെട്ടിയിട്ട് ഒന്ന് സൈസാക്കി എടുക്കണം. അപ്പോൾ നമ്മൾ വെണ്ടയ്ക്ക ഇതുപോലെ ഏകദേശം ഒരേ സൈസിന് വെട്ടിയെടുക്കണം. അപ്പോൾ നമ്മൾ വെണ്ടയ്ക്ക ഏകദേശം ഒരേ സൈസിന് ഇതുപോലെ വെട്ടിയെടുത്തു. നമുക്ക് ചീനച്ചട്ടി ഒന്ന് നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ, വെണ്ടയ്ക്ക ഒന്ന് നമ്മൾ വെളിച്ചെണ്ണയിൽ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഞാനൊരു 50 മില്ലി വെളിച്ചെണ്ണ ഒഴിച്ചിട്ടു. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ആദ്യം കട്ട് ചെയ്ത് വെച്ച് വെണ്ടയ്ക്ക ഒന്ന് ചെറിയൊന്ന് വഴറ്റിക്ക് വരണം. സ്പൂൺ കടുക് ഇട്ടു, ബാക്കിയൊന്നും വെളിച്ചെണ്ണയിൽ സ്പൂൺ കടുക് ഇട്ടു. കട്ട് ചെയ്ത് വെച്ച ഒരു പകുതി സവാള, ഇതിൻ്റെ കൂടെ ഒരു 4 പീസിന് വെളുത്തുള്ളി കട്ട് ചെയ്ത് അതിനോട് നമ്മൾ കട്ട് ചെയ്ത് ചെറിയ ഒരു പീസിന്. ഇനി അതിനോട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമ്മൾ ആവശ്യത്തിന് എടുത്ത് വെച്ചിട്ട് പച്ചമുളകും കാന്താരി മുളകും കൂടെ മിക്സ് ചെയ്തതാണ്. എരിവിന് ആവശ്യത്തിന് അത് എത്ര വേണമെന്ന് വെച്ചാൽ അതിനാവശ്യമുള്ള എടുക്കാം. കാന്താരി മുളകും പച്ചമുളകും കൂടെ കൂടുതൽ ഇതൊന്ന് വെളിച്ചെണ്ണയിൽ നന്നായിട്ട് വെന്ത് വരണം. നമ്മളിപ്പോൾ ചേരുവകളൊക്കെ ഒന്ന് നന്നായിട്ട് മൂത്ത് നല്ല ബ്രൗൺ നിറമായി വരുമ്പോൾ പിന്നെ നന്നായിട്ടൊന്ന് കുറച്ച് വയ്ക്കാം. കുറച്ച് വെച്ചിട്ട് നമുക്ക് അല്പം പൊടികൾ ചേർക്കാനുണ്ട്. 1/2 സ്പൂൺ മഞ്ഞൾ പൊടി, മുളക് പൊടി വേണമെന്നുള്ളവർക്ക് ചേർക്കാം, അല്ലാത്തവർ ചേർക്കണം. 1/2 സ്പൂൺ മുളക് പൊടി എരിവുള്ളത് ഞാൻ ചേർക്കാം. 1 സ്പൂൺ മല്ലിപ്പൊടി, ജീരകം പൊടിച്ചത് ഒരു 1/4 സ്പൂൺ. നന്നായിട്ട് മറച്ചു. മസാലകളൊക്കെ നന്നായിട്ട് വറുത്ത് പൊടിച്ചതാണ്. തൈര് വെണ്ടയ്ക്ക കറി വയ്ക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 1/2 ലിറ്റർ തൈര് എടുത്തിട്ടുണ്ട്. ആ തൈര് നമുക്ക് ഇതിലോട്ട് ഒഴിക്കാം. നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്. പിന്നെ തൈരൊന്ന് ചെറുതായിട്ട് ചൂടായി വരണം. തൈരൊന്ന് ചെറുതായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കാം. നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച വെണ്ടയ്ക്ക അതിലോട്ട് ഇട്ട് കൊടുക്കാം. വെണ്ടയ്ക്ക ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. വെണ്ടയ്ക്ക തൈര് ഒന്ന് ചെറുതായിട്ട് ചൂടായി വരുമ്പോഴത്തേക്കും വെണ്ടയ്ക്ക തൈര് കറി ഇതുപോലെ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി ഞാനൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റിയിടാം. തീ അടയ്ക്കാം. നമ്മളൊരു 2-3 മിനിറ്റ് വെച്ചിരുന്നു. കണ്ടില്ലേ? അപ്പോൾ നമ്മുടെ വെണ്ടയ്ക്ക തൈര് കറി നല്ല അടിപൊളിയായിട്ട് നമ്മൾ റെഡിയാക്കി എടുത്തു. അപ്പോൾ ഇതുപോലെ എല്ലാവർക്കും വളരെ വേഗത്തിൽ വെണ്ടയ്ക്ക തൈര് കറി നന്നായിട്ട് സൂപ്പറായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം. അപ്പം മറ്റൊരു റെസിപ്പി ആയിട്ട് ഞാൻ വീണ്ടും വരും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.